ഞാൻ എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ ചെയ്തിട്ട് അതിൻ്റെ ഫലമായിട്ട് ദൈവത്തിന് യാതൊരു ഗതിയുമില്ലാതെ, നമ്മുടെയൊക്കെ ചിന്ത അതാണ്, ദൈവത്തിന് നമുക്കിത് തരാൻ ഒരു ആഗ്രഹവുമില്ല, പിന്നെ നമ്മളവനെ വിഷമിപ്പിച്ച് കഴിഞ്ഞാൽ വല്ലതും കിട്ടിയെങ്കിലായി. അങ്ങനൊന്നുമല്ല. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അവൻ എത്ര അധികം കൊടുക്കുമെന്നാണ്. എത്ര അധികം കൊടുക്കും. സോ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി കർത്താവ് തന്നിരിക്കുന്നതാണെങ്കിൽ അതിന് അളവ് കൂടാതെ, അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നത് അവൻ ആത്മാവിനെ അളവ് കൂടാതെ അല്ലോ നൽകുന്നത്. ബാക്കി എല്ലാത്തിനും അളവുണ്ട്, പക്ഷെ ഇതിന് മാത്രം അളവില്ല. എനിക്കിപ്പോൾ എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കർത്താവിനോട് പ്രാർത്ഥിക്കാം, പക്ഷേ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനൊരു അതിലുണ്ട്. നമ്മൾ ആരാണെങ്കിലും എന്ത് പ്രാർത്ഥിക്കുമ്പോഴും, ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചോ, അല്ലെങ്കിൽ നമ്മുടെ ഒരാൾ പ്രാർത്ഥിക്കുക, കർത്താവേ എനിക്ക് ഒത്തിരി സ്ഥലങ്ങൾ യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്, എനിക്കൊരു കാർ ആവശ്യമുണ്ട് എന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ ഒരു ആവശ്യമാണെങ്കിൽ കർത്താവ് നമുക്കൊരു കാർ തരുന്ന ആവശ്യം. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കും, കർത്താവ് എനിക്കൊരു 5 കാർ തരണേ കർത്താവേ എന്ന് പറയുന്നതിനകത്ത് എന്താ അർത്ഥം? എന്തോ നിനക്ക് 5 കാർ? അപ്പോൾ ഭൗതികമായ ഏത് കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഒരു ലിമിറ്റുണ്ട്, ഇല്ലേ? കർത്താവേ എനിക്ക് പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്, അപ്പോൾ എല്ലാം എനിക്ക് ഒത്തിരി പഠിക്കാനും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്കൊരു ലാപ്ടോപ്പ് ആവശ്യമുണ്ട് കർത്താവ് എന്നൊരു കൊച്ചു വല്ലതും പ്രാർത്ഥിക്കുകയാണെന്ന് വെച്ചു. ഇപ്പം പോസ്റ്റ് ഗ്രാജുവേഷനോ മറ്റോ ചെയ്യുന്ന ഒരു കൊച്ചു പ്രാർത്ഥിക്കുകയാണ്, എനിക്കൊരു ലാപ്ടോപ്പ് ആവശ്യമുണ്ട് കർത്താവ് എനിക്ക് തരണം. കർത്താവ് എനിക്കൊരു 100 ലാപ്ടോപ്പ് തരണേ കർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ അർത്ഥം? എന്തിനു വെക്കും 100 ലാപ്ടോപ്പ്? അപ്പോൾ ഭൗതികമായ ഏത് കാര്യം ചോദിക്കുന്നതിനും എന്തുണ്ട്? ഒരു ലിമിറ്റുണ്ട്. പക്ഷേ ആത്മാവിൻ്റെ കാര്യത്തിൽ മാത്രം അങ്ങനെ ലിമിറ്റില്ല. കാര്യം അവൻ ആത്മാവിനെ അളവ് കൂടാതെയല്ലോ കൊടുക്കുന്നത്. യു ക്യാൻ ആസ്ക് ഫോർ ദ ഹോളി സ്പിരിറ്റ്, പക്ഷേ നിനക്ക് ചെന്നെടുക്കാൻ പറ്റത്തില്ല. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതല്ല. നിങ്ങൾ ചെന്നെടുക്കുന്നതല്ല, നിങ്ങൾ സ്വീകരിക്കുന്നതാണ്. യു ആർ ജസ്റ്റ് റിസീവിങ് ഇറ്റ്. രണ്ടാമത്തെ വാക്ക് എന്ന് പറയുന്നത് ഡെക്കോമായി എന്ന് പറയുന്നൊരു വാക്കാണ്. അതൊരു പാസീവ് റിസീവിംഗ് ആണ്. ആദ്യത്തേത് എന്താണ്? ഞാൻ ചൂസ് ചെയ്യുകയാണ്. രണ്ടാമത്തേത് അതല്ല. പാസീവ് റിസീവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തന്നെ അറിയുന്നില്ല. ഇപ്പം തൊട്ടിലിൽ കിടക്കുന്ന ഒരു കുഞ്ഞ്, അതിന് പരിശുദ്ധാത്മാവ് ഉണ്ടോ, അല്ലെങ്കിൽ ഞാൻ ആത്മീയമായിട്ട് പറയാണ്, പേഴ്സൺ ഈസ് ബോൺ അഗെയിൻ. അറ്റ് ദി ഇൻഫന്റ് സ്റ്റേജ് ഈവൻ ദ ചൈൽഡ് ഡസൻറ്റ് നോ ദാറ്റ് ഇറ്റ് ഹാസ് ആൻ ഇൻഹെറിറ്റൻസ്. അതിനൊരു അവകാശമുണ്ടെന്നുള്ളത് ഒരു കുഞ്ഞ് എന്ത് ചെയ്യുന്നില്ല, അതുപോലും തിരിച്ചറിയുന്നില്ല. അതൊരു പാസീവ് ഉണ്ട് എന്നുള്ളത് ശരിയായിരിക്കും, പക്ഷേ അത് റിസീവ് ചെയ്തിരിക്കുന്നത് പാസീവാണ്, അതിന് തന്നെ അറിയത്തില്ല. ഇതുപോലെയാണ് വാസ്തവത്തിൽ നമ്മൾ ഹോളി സ്പിരിറ്റ് എൻ്റെ ജന്മാവകാശമാണെന്നൊക്കെ പറയുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രശ്നം. അതുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. അതല്ലെങ്കിൽ ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു റിസീവിങ്ങിനാണ് ഈ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. അതൊരു പാസീവ് റിസീവിംഗ് ആണ്. പക്ഷേ വേദോസിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അതല്ല. മൂന്നാമത്തെ വാക്കാണ് ലംബാനോ എന്ന് പറയുന്നത്. അത് റിസീവിങ് ഇറ്റ് വിത്ത് മാനിഫെസ്റ്റേഷൻ. പ്രകടനത്തോടുകൂടെ, പ്രകാശനത്തോടുകൂടെ നമ്മൾ അറിഞ്ഞ് ഒരു ശക്തിയെ പ്രാപിക്കുന്നതാണ്. സ്വീകരിച്ചുവെന്ന് സ്വീകർത്താവും അറിയുന്നു, മറ്റുള്ളവരും അറിയുന്നു. When I receive the Holy Spirit, that is evident in me. എന്നിൽ അത് എന്താണ്? എവിഡൻ്റ് ആണ്. അങ്ങനെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു റിസീവിംഗ് ആണ് ഹോളി സ്പിരിറ്റിനെ കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. When you receive the Holy Spirit, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുമ്പോൾ അത് നിങ്ങളും അറിയും. ഒരു പക്ഷേ മറ്റുള്ളവരും അറിയും, ഏറ്റവും കൂടുതൽ നിങ്ങളെങ്കിലും അറിയും. പക്ഷേ ഒരു ശിശുവിൻ്റെ ഒരു അവസ്ഥയിൽ ഒരു പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് റിസീവിങ് ദ ഹോളി സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു എന്താണ്, സംതിങ് ഈസ് ഹാപ്പനിങ്. വീണ്ടും ജനനത്തിലും എന്തെങ്കിലും ഒരു വീണ്ടും ജനനവും ഒരു ആത്മീകമായ റിയാലിറ്റിയാണ്. ഇറ്റ്സ് എ സ്പിരിച്വൽ റിയാലിറ്റി. പക്ഷേ വീണ്ടും ജനനം നമ്മളുടെ എന്താണ്, ഒരു പക്ഷേ വലിയ ചലനാത്മകമായ കാര്യങ്ങൾ ഒരു പക്ഷേ പുറത്തൊന്നും അറിയത്തില്ലായിരിക്കും. പക്ഷെ വെൻ യു റിസീവ് ദ ഹോളി സ്പിരിറ്റ്, അത് നമ്മൾക്ക് ആ വിത്ത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്ന പോലെ, അല്ലെങ്കിൽ അത് പ്രകാശിപ്പിക്കപ്പെടുന്ന നിലയിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. നിങ്ങൾ ലൂക്കോസിന്റെ സുവിശേഷം 24-ാം അധ്യായത്തിന് 49-ാം വാക്യം വായിക്കുമ്പോൾ കർത്താവ് പറയാണ്, നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം, ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം. ഇറ്റ് ഈസ് പവർ. പക്ഷെ ഈ പവർ നമ്മിൽ ഉണ്ടെന്ന് അറിയണമെങ്കിൽ മാനിഫെസ്റ്റേഷനും കൂടെ ഉണ്ടാകണം. ഇപ്പം ഈ പ്ലഗ് പോയിന്റിൽ, ഇവിടെയുള്ള പ്ലഗ് പോയിന്റിൽ പവർ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? നമ്മൾ അറിയുമ്പോഴും അറിയാത്തപ്പോഴും അവിടെ എന്തുണ്ട്? പവറുണ്ട്. പക്ഷേ പവർ ഉണ്ടോ എന്ന് അറിയുന്നത് ബൾബിൻ്റെ ഫിലമെൻറ്റിലൂടെ പവർ കടന്നു പോകുമ്പോൾ പ്ലഗ് പോയിന്റിൽ പവർ വന്ന് നിൽക്കുന്നത് പോലെയല്ല ബൾബിൻ്റെ ഫിലമെൻറ്റിൽ പവർ വരുന്നത്, ആണോ? ഇലക്ട്രിസിറ്റി പ്ലഗ് പോയിന്റിനകത്ത് കിടക്കുന്നത് പോലെയുള്ള ഒരു സ്റ്റേജാണ് പലപ്പോഴും ആളുകൾ ചിന്തിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കുറിച്ച്. നോ, അത് ഒരു ബൾബിൻ്റെ ഫിലമെൻറ്റിലൂടെ പവർ കടന്നു പോകുന്നത് പോലെയാണ്, ഇലക്ട്രിസിറ്റി കടന്നു പോകുന്നത് പോലെയാണ്. അതുകൊണ്ട് അത് പ്രകാശിപ്പിക്കപ്പെടുന്നു. ആ പ്രകാശിപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ പ്ലഗ് പോയിന്റിൽ പവർ ഉണ്ടായിട്ട് എന്താ ഗുണം?
പ്ലഗ് പോയിന്റിൽ പവർ ഉണ്ടായിട്ട് അത് ഉപയോഗിക്കുന്നില്ലെങ്കിൽ എന്താ ഗുണം? ആർക്കാണ് അതുകൊണ്ട് പ്രയോജനം ഉണ്ടാകുന്നത്? ബൾബ് കത്തിയാലല്ല മനുഷ്യന് പ്രയോജനമുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ ഫാൻ കറങ്ങിയെങ്കിലല്ല മനുഷ്യന് പ്രയോജനമുള്ളൂ. അപ്പം മനുഷ്യന് പ്രയോജനം ഉണ്ടാകത്തക്ക നിലയിൽ ഹോളി സ്പിരിറ്റ് നമ്മളിൽ വരുമ്പോഴത്തേക്ക് അതിൻ്റെ പ്രകാശനം അത്യന്താപേക്ഷിതമാണ്. പരിശുദ്ധാത്മാവിൻ്റെ സ്വീകരണം എന്ന് പറയുന്നത് എവിഡൻ്റ് ആയിട്ട് പ്രകാശിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ നമുക്കറിയാമല്ലോ. അവിടെ എല്ലാവരും ഒരുമിച്ച് കൂടി, പെന്തക്കോസ്ത് നാളിൽ എല്ലാവരും ഒരുമിച്ച് കൂടി ഇരുന്നപ്പോൾ അവർ കൊടിയ കാറ്റടിക്കുന്ന പോലെ ഒരു മുഴക്കം അവർ കേട്ടു. അഗ്നിനാവുകൾ പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരുടെ മേൽ പതിഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി അന്യഭാഷകളിൽ, ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ച് തുടങ്ങി. അവിടെ അവർക്കൊരു എക്സ്പീരിയൻസ് എവിഡൻ്റ് ആയിട്ടുണ്ടായി. എവിഡൻ്റ് ആയിട്ട്, അതായത് അവര് കൊടിയ കാറ്റടിക്കുന്ന ശബ്ദം അവർ കേട്ടു. എക്സ്പീരിയൻസ്ഡ് ശബ്ദം അവർ, മുഴക്കം അവർ കേട്ടു. അഗ്നിനാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അവർ അന്യഭാഷകളിൽ സംസാരിച്ചു. അവർ കണ്ടു, കേട്ടു, അവർ അനുഭവിച്ചു, അവർ പ്രകടിപ്പിച്ചു. They heard, seen, experienced the touch of God. ഇതിൻ്റെ അർത്ഥം പരിശുദ്ധാത്മാശാനം പ്രാപിക്കുമ്പോഴെല്ലാം നമ്മൾ കാറ്റിൻ്റെ ശബ്ദം കേൾക്കുമെന്നോ, പരിശുദ്ധാത്മാവ് പ്രാപിക്കുമ്പോൾ നമുക്കൊരു അഗ്നി അങ്ങ് ഫീൽ ചെയ്യുമെന്നൊന്നും അല്ല, ചൂട് അതിലെ അടിച്ചു വരുമെന്നൊന്നും. അതൊക്കെ നമ്മുടെ തെറ്റായ ടീച്ചിങ്സ് ആണ്. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതിലെ ഒരു ചൂട് കയറി വരും, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇതിലെ കാറ്റിങ്ങനെ അടിച്ചുകൊണ്ട് പോകും. അതൊക്കെ ബിബ്ലിക്കലല്ല. അവർക്ക് അത് ഫീൽ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീടുള്ള എല്ലാവർക്കും പിന്നെ തന്നെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്ന സമയങ്ങളിലെല്ലാം എന്തോ കാറ്റടിച്ചോ? ഇല്ലല്ലോ. അതിനൊരു സ്പിരിച്വൽ വേദപുസ്തകം ഒരു കാര്യത്തെ ഡിസ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ 2 രീതിയിൽ അതിനെ മനസ്സിലാക്കണം. ഒന്ന്, ഇത് എഴുതപ്പെടുമ്പോൾ അതിനൊരു തിയോളജിക്കൽ എക്സ്പ്രഷൻ ഉണ്ട്. ആ തിയോളജിക്കൽ എക്സ്പ്രഷൻ ഇത് അവരനുഭവിച്ചതാണ്. പക്ഷേ ഇത് എംഫസൈസ് ചെയ്ത് ഇതിൻ്റെ പരിശുദ്ധാത്മാവ് ഇത് എഴുതുമ്പോൾ അത് പറയാനുള്ള കാരണമുണ്ട്. ഹോളി സ്പിരിറ്റിനെ കുറിച്ചുള്ള എന്താണ് ആ ടീച്ചിങ്സിനകത്ത്, ഞാൻ എൻ്റെ 3 CD സീരീസിനകത്ത് ഇതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതിന് ഓരോന്നിനും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സൈനുണ്ട്. വേദപുസ്തകം ഒത്തിരി സൈൻ ലാംഗ്വേജസ് ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ഒരു സൈൻ ലാംഗ്വേജ് അത് റിയാലിറ്റിയാണ്, അത് റിയാലിറ്റി അല്ലെന്നല്ല. പക്ഷേ ആ റിയാലിറ്റിയിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഹോളി സ്പിരിറ്റ് ഈസ് ലൈക്ക് എ വിൻഡ്. നിങ്ങളുടെ എല്ലാ പതിരുകളെയും പറപ്പിച്ച് കളയുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. നിങ്ങൾ തിരിച്ചറിയണം. ഇറ്റ് ഈസ് എ ഫയർ. നിങ്ങളുടെ എല്ലാ അശുദ്ധിയെയും ശുദ്ധീകരിക്കുന്നതാണ് പരിശുദ്ധാത്മാവ്. ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ്, നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ എല്ലാ പ്രാവശ്യവും ആത്മസ്നാനം പ്രാപിക്കുമ്പോഴും ആളുകളെല്ലാം കാറ്റടിക്കണമെന്നും അല്ലെങ്കിൽ തീ കത്തണമെന്നും ഒന്നും പറയുന്നതല്ല അതിനകത്തെ അർത്ഥമെന്ന് പറയുന്നത്. കാര്യം പിന്നീടുള്ള സ്ഥലങ്ങളിലൊന്നും ഇതിൻ്റെ എംഫസിസ് കൊടുത്തിട്ടില്ല. വേദപുസ്തകത്തിൻ്റെ റൈറ്റേഴ്സ് ആത്മനിവേശിതരായി ഇത് എഴുതുമ്പോൾ വളരെ കൃത്യതയോടുകൂടെ അതിന് കൊടുക്കേണ്ടതായ പ്രാധാന്യം കൊടുത്തെഴുതിയിട്ടുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കുന്നതിനകത്തുള്ള പ്രശ്നമാണ്. ഒരാൾക്കുള്ള ഫീലിംഗ് ആണ് അത്. പക്ഷേ എനിക്കുണ്ടാകുന്ന ഒരു അനുഭവം മറ്റൊരാൾക്കുണ്ടാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ അത് ടീച്ച് ചെയ്യേണ്ട കാര്യമില്ല. പല കാര്യങ്ങൾക്കകത്തും നമ്മളുടെ ഒത്തിരി, ഞാനിപ്പോൾ ഇടയ്ക്ക് കയറി പറയുകയാണ്, ഇപ്പം ചിലർക്ക് ദൈവം ചില എക്സ്പീരിയൻസസ് കൊടുക്കുന്നു. ഇപ്പം സ്വർഗത്തിൽ പോയി നരകത്തിൽ പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്തുമാത്രം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഞാൻ സ്വർഗത്തിൽ പോയി അതെല്ലാം കണ്ടു, നരകത്തിൽ പോയി നരകത്തിന് ഇത്ര അറകളുണ്ട്, അവിടെ ഉണ്ട്. ഇടയ്ക്ക് കയറി പറയുകയാണ്. ഇത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടും. അതുകൊണ്ടാണ് ഇങ്ങനെ കാണും. ഒരു സാക്ഷ്യം ഉണ്ടെങ്കിൽ പിന്നെ ഇന്ത്യയിലും അമേരിക്കയിലും ഗൾഫിലും എല്ലാം ഒരു യാത്രയായി എല്ലായിടത്തും പോയി സ്വർഗവും നരകവും എല്ലാം കാണിച്ചിട്ട് ആളുകൾ തിരിച്ചു വരും. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, സ്വർഗവും നരകവും കാണിച്ച് ദൈവം ആരെയും മാനസാന്തരപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ലാസറിൻ്റെയും ധനവാന്റെയും കഥയിൽ കർത്താവ് കൃത്യതയോട് പറഞ്ഞിട്ടുണ്ട്. ലാസർ ദൈവ അബ്രഹാമിൻ്റെ മടിയിലിരിക്കുന്നു, ധനവാൻ താഴെ കിടക്കുന്നു. ധനവാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നരകത്തിൽ പോയാൽ പോലും ഈ ഒരു പാപിയുടെ സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകത്തില്ല. നരകത്തിൽ ഈ പാപിയായ ധനവാൻ കിടക്കുമ്പോൾ ഇവൻ പറയുന്നതെന്ന് അറിയാം, അബ്രഹാമിൻ്റെ മടിയിൽ ഈ ലാസർ ഇരിക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഇവൻ പറയുന്ന ഒരു കാര്യം, അബ്രഹാം പിതാവേ എനിക്ക് ദാഹിക്കുന്നു, എനിക്ക് ഇച്ചിരി വെള്ളം തരണമെന്നല്ല. ഇവൻ പറഞ്ഞതെന്നറിയാമോ? അബ്രഹാം പിതാവേ എൻ്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് ഒരു ഇറ്റ് വെള്ളവും കൊണ്ട് അവൻ്റെ വിരലിൽ മുക്കി ഇങ്ങോട്ട് അവനെ പറഞ്ഞു വിടണമെന്നാണ്. കാര്യം ഇവൻ അവിടെ ഇരുന്നിട്ട് അസൂയ സഹിക്കാൻ പറ്റുന്നില്ല. ഏത് ലാസർ സ്വർഗത്തിലിരുന്ന് അവനെ എങ്ങനെയെങ്കിലും വലിച്ച് താഴെ ഇടണമെന്നുള്ളതാണ് ഈ ധനവാൻ്റെ ആഗ്രഹം. അല്ലാതെ നരകത്തിൻ്റെ തീ കിടക്കുന്നതിന് ഒരു തുള്ളി വെള്ളം കിട്ടിയാൽ എന്തോ കൊടുക്കാനാണ്? അവൻ അതിനേക്കാൾ വലിയ പ്രശ്നമെന്നാണ് ലാസർ സ്വർഗത്തിലിരിക്കുന്നുള്ളതാണ്. അപ്പോൾ അബ്രഹാം പറഞ്ഞു അങ്ങനെ വരാനൊന്നും പറ്റത്തില്ല, നമുക്ക് തമ്മിൽ വലിയൊരു വിടവുണ്ട്. അവൻ പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യ് കർത്താവേ, എൻ്റെ കാര്യം പോട്ടെ, എനിക്ക് സഹോദരന്മാർ പലരുണ്ട്, നീ ഒരു കാര്യം ചെയ്യുക, ഈ ലാസറിനെ അങ്ങോട്ടൊന്ന് പറഞ്ഞു വിട്ടാൽ അവർ വിശ്വസിക്കും.
അബ്രഹാം പിതാവ് പറഞ്ഞു, അതിന് അവർക്ക് മോസസ് ആൻഡ് പ്രോഫറ്റ്സ് ഉണ്ട്. മോസസ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് പറയുന്നത് ഒറ്റ അർത്ഥമാണ്. ബൈബിൾ എന്നുള്ളതാണ് യഹൂദ പശ്ചാത്തലത്തിൽ മോസസ് ആൻഡ് പ്രോഫറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേദവസം ഉണ്ടെന്ന് അർത്ഥം. അതായത് യഹൂദന്മാർ വേദപുസ്തകത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അങ്ങനെയാണ്, മോസസ് ആൻഡ് പ്രോഫറ്റ്സ്. അവർക്ക് മോശയും പ്രവാചകന്മാരുമുണ്ട്. അപ്പോഴ് താഴെ കിടന്നുകൊണ്ട് ധനവാനായ മനുഷ്യൻ പറഞ്ഞു, അത് വായിച്ചാലൊന്നും അവർ വിശ്വസിക്കത്തില്ല, പിന്നെ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർന്നു വരികയാണെങ്കിൽ വിശ്വസിക്കും. അബ്രഹാം എന്താ പറഞ്ഞത്? അങ്ങനെ അവൻ വിശ്വസിക്കുകയൊന്നും വേണ്ട. മോശയും പ്രവാചകന്മാരും വായിച്ച് മനസ്സിലാക്കാൻ വിശ്വസിക്കാത്തവൻ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ഉയർത്തു വന്ന് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല. കാര്യം ദൈവം അങ്ങനെ ഒരു ഒരാളെ ദൈവം സ്വർഗത്തിൻ്റെ ഒരു ദർശനം കാണിക്കത്തില്ലെന്ന് ഞാൻ പറയുന്നില്ല. പൗലോസിനെ കാണിച്ചില്ലേ? പൗലോസിനെ കാണിച്ചല്ലോ. അവൻ 14 വർഷം മുമ്പ് ഞാനൊരു മനുഷ്യനെ അറിയുന്നു, അവൻ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ടു. ശരീരത്തോടു കൂടെയോ ശരീരം കൂടാത്തതൊന്നും ഞാൻ അറിയുന്നില്ല. പക്ഷെ ഒരു കാര്യം, ഞാൻ അവിടെ ഉച്ചരിച്ചുകൂടാത്ത കാര്യങ്ങളെ, അവിടെ പറഞ്ഞിരിക്കുന്ന വാക്കെന്താണെന്നറിയാം, ഉച്ചരിച്ചുകൂടാത്ത. എന്താണെന്നറിയാമോ? ദൈവം പൗലോസിനോട് പറഞ്ഞു, പൗലോസ്, ഞാനിത് നിനക്ക് തരുന്ന ഒരു പ്രത്യേകമായ ഒരു എക്സെപ്ഷണലായിട്ടുള്ള ഒരു അനുഭവമാണ്. ഇത് നീ പോയി നാട്ടിൽ ചെന്നാരോടും പറഞ്ഞേക്കരുത്. പൗലോസിന് ഒരു സ്വർഗീയ ദർശനം കൊടുത്തിട്ട്, അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ദർശനം, എല്ലാം ഹെവൻലി വിഷനാണ്, വിഷൻ ഓഫ് ഹെവൻ കൊടുത്തിട്ട്, ഹെവൻലി വിഷനും വിഷൻ ഓഫ് ഹെവനും രണ്ടാണ്. പൗലോസിന് സ്വർഗത്തിൻ്റെ ദർശനം കൊടുത്തിട്ട് ദൈവം അവനോട് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞു, ഇത് മിണ്ടിപ്പോയേക്കരുതെന്ന്. അതുകൊണ്ട് ആർക്കെങ്കിലും, പിള്ളേർക്കോ വലിയവർക്കോ പെങ്കൊച്ചുങ്ങൾക്കോ ആർക്കെങ്കിലും ഒക്കെ സ്വർഗത്തിന് ദർശനം ഉണ്ടായാൽ മിണ്ടാതെ വീട്ടിൽ കാണാൻ കുത്തിയിരുന്നോണം. അതിൻ്റെ പേര് പുസ്തകം എഴുതി നാട്ടുകാരെ വെറുതെ വിലക്കരുത്. കാര്യം അത് ദൈവം ഉദ്ദേശിക്കുന്നില്ല അത് പറയാനായിട്ട്. കാരണം കർത്താവുമായി ഒരു വ്യക്തി ബന്ധപ്പെടേണ്ടത് വിശ്വാസത്താൽ മാത്രമായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൺലി ബൈ ഫെയ്ത്ത്. അല്ലാതെ അതിന് ഏതെങ്കിലും നിലയിലുള്ള മറ്റ് എക്സ്ട്രാ ബിബ്ലിക്കൽ വിശ്വാസം പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേർഡ് ഓഫ് ഗാഡ്. മോസസ് ആൻഡ് പ്രോഫറ്റ്സ് ആണ് ഒരാളുടെ എന്നാണ് മോസസ് ആൻഡ് പ്രോഫറ്റ്സ് പറയുന്നത്. ദ ബൈബിൾ ബേസ്ഡ് ആയിട്ട് മാത്രമേ ഒരു വ്യക്തിയെ ഫെയ്ത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം ഉദ്ദേശിക്കുന്നുള്ളൂ. ദൈവം പലപ്പോഴും ഇത് ആത്മാവിൻ്റെ പ്രകാശനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാനുള്ള കാര്യമാണ്, ഞാനത് നേരത്തെ കയറി പറയുകയാണ്. ദൈവം പലപ്പോഴും നമുക്ക് വിഷൻസ് നൽകുന്നു, ദൈവം പലപ്പോഴും നമുക്ക് പ്രത്യക്ഷപ്പെടുന്നു. ഇതൊക്കെ സംഭവിക്കത്തില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. എപ്പോഴും ആളുകൾ പറയുകയാണ്, ഞാനൊരു ശബ്ദം കേട്ടു, ഞാനൊരു കാഴ്ച കണ്ടു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ശബ്ദം കേൾക്കുകയും കാഴ്ച കാണുകയും ചെയ്യുന്നത്? പ്രധാനമായും പലപ്പോഴും ഞാൻ പറയുന്നത് ദൈവം സ്പെസിഫിക് ആയിട്ട് ചില ദർശനങ്ങൾ നൽകുന്നതിനെ കുറിച്ചല്ല. പല ആളുകൾക്കും ആത്മാവിലുള്ള ദൈവത്തോടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ല. ആത്മാവിൽ ദൈവത്തോട് കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെ വരുമ്പോൾ ദൈവം ചെയ്യുന്ന എക്സെപ്ഷണൽ ആയിട്ടുള്ള ഒരു കരുണയാണ്. ഇവനോട് ആത്മാവിൽ സംസാരിച്ചാൽ ശരിയാകത്തില്ല, മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ദൈവം നൽകുന്ന ഒരു കരുണയാണ് ഇതുപോലുള്ള ശബ്ദം കേൾക്കുന്നതും വെളിച്ചം കാണുന്നതുമൊക്കെ. അത് ക്രിസ്തീയ ജീവിതത്തിലെ ഉയർന്ന അവസ്ഥയല്ല, ഒരു താഴ്ന്ന അവസ്ഥയാണ്. ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം. സാധു സുന്ദർ സിംഗിന് യേശു കർത്താവ് വെളിപ്പെട്ടിട്ട് അവനോട് പറയുന്നു, ഞാൻ യഥാർത്ഥത്തിൽ ദൈവമാണെന്നുള്ളത്. യേശുവിൻ്റെ ദർശനം അവൻ കാണുന്നു. എന്തുകൊണ്ട്? ഇവൻ അടുത്ത സമയത്ത് പോയി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ്. ആ ആത്മഹത്യയിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്തേണ്ടതിന് വേണ്ടി ദൈവം പ്രത്യേക കരുണ കൊണ്ട് സാധു സുന്ദർ സിംഗിന് ഒരു ദർശനം കൊടുത്തതാണ്. കാരണം ആത്മാവിൽ അവനോട് സംസാരിക്കത്തക്ക രീതിയിലുള്ള അവസ്ഥയിലൊന്നും അല്ലല്ലോ ആ സമയത്ത് സാധു സുന്ദർ സിംഗ്. ഇതുപോലെ തന്നെയാണ് പോളിന് ഒരു സ്വർഗീയമായ ദർശനം ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കൊടുത്തു. അതൊരു വലിയ കാര്യമല്ല, അതിനേക്കാൾ വലുതാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പോകാനായിട്ട് തീരുമാനമെടുത്ത സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ബ്രദറും ഒക്കെ എന്നോട് പറഞ്ഞു, എന്താ നിൻ്റെ പ്ലാൻ? ഞാനെന്ന് ഒരു പ്രൊഫഷൻ എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ജേർണലിസം എല്ലാം കഴിഞ്ഞിട്ട് എനിക്ക് ജോലി ചെയ്യാൻ ഉള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ എനിക്ക് പക്ഷേ ജോലി ചെയ്യണ്ട. എൻ്റെ മനസ്സിൽ ചിലപ്പോൾ ആളുകൾ പറയാറുണ്ടല്ലോ, എനിക്കിത് ഒരിക്കലും ആഗ്രഹം ഉണ്ടായിരുന്നില്ല, ദൈവം എന്നെ അടിച്ചോടിച്ച് മടക്കി ഒതുക്കി ഇതിനകത്ത് കൊണ്ടുവന്നതാണെന്നൊക്കെ പറയുമല്ലോ. എന്നെ അങ്ങനെയൊന്നുമല്ല. എനിക്ക് ദൈവം ഒന്ന് വിളിച്ച് കിട്ടിയാൽ മതിയായിരുന്നു. എനിക്ക് സുവിശേഷ വേല ചെയ്താൽ മാത്രം മതിയായിരുന്നു. ഞാൻ കർത്താവിനെ അറിഞ്ഞ സമയം തൊട്ട് എനിക്ക് വേറെ ഒന്നിനും ആഗ്രഹം ഉണ്ടായിട്ടില്ല. ഞാനൊരു പ്രൊഫഷൻ പഠിച്ചിട്ടുണ്ടെന്നുള്ളതൊക്കെ ശരിയാണ്. ഞാൻ ജേർണലിസം കഴിഞ്ഞ സമയത്തും എനിക്ക് പത്രത്തിൽ വർക്ക് ചെയ്യണമെന്നും എനിക്ക് അങ്ങനത്തെ ആഗ്രഹങ്ങളില്ലായിരുന്നു. എനിക്ക് പുറത്ത് പോകണമെന്ന്. എൻ്റെ ബ്രദർ അന്ന് വളരെ ഉയർന്ന ഒരു സ്റ്റേജിലാണ് പുറത്ത് ജീവിച്ചുകൊണ്ടിരുന്നത്. ഈ കുഡ് ഹാവ് ഈസിലി ഫൈൻഡ് മീ എ വെരി ഗുഡ് ജോബ്. അതുകൊണ്ടാണ് എൻ്റെ ബ്രദർ അങ്ങനെ ചോദിക്കാനും കാര്യം. നീ വരുന്നെങ്കിൽ വാ, അല്ലെങ്കിൽ നിനക്ക് പത്രം തലയ്ക്ക് പിടിച്ചെങ്കിൽ നീ അത് ചെയ്യ്. പക്ഷേ എനിക്ക് രണ്ടും വേണ്ടായിരുന്നു. എനിക്ക് ഒറ്റ കാര്യം മതിയായിരുന്നു, കർത്താവിൻ്റെ വേല ചെയ്യണം. പക്ഷേ ഒരു വലിയ പ്രശ്നം,
കർത്താവിൻ്റെ വേല ചെയ്യണമെന്ന് പറയുമ്പോൾ കർത്താവ് ഒന്ന് വിളിക്കണ്ടേ? ഞാനാണ് ഒരു ശബ്ദവും കേട്ടിട്ടുമില്ല, ഒരു കാഴ്ചയൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനാകെ പാടെ ട്രബിളിലാണ്. എന്നിട്ട് ഞാനൊരു സ്ഥലത്ത് പോയി എന്നെ തന്നെ വിശുദ്ധീകരിച്ച് കുത്തിപ്പിടിച്ചിരുന്ന ഒരു ഹോട്ടലിൽ മുറിയെടുത്ത്, എനിക്ക് നേരത്തെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് താമസിച്ച സ്ഥലത്ത് തന്നെയാണ്, ഞാനിങ്ങനെ കാത്തിരിക്കുകയാണ് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കാനായിട്ട്. അനേക ദിവസങ്ങളായിട്ട് ഞാൻ ശബ്ദമൊന്നും കേൾക്കുന്നില്ല. അപ്പോൾ ഞാൻ ദൈവം എന്നെ വിളിച്ചിട്ടില്ലായിരിക്കും, അതായിരിക്കും. പക്ഷേ ആ സമയത്ത് എൻ്റെ ഒരു സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ച കാര്യം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, പൗലോസിന് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ചുണ്ടായ ഒരു ദർശനം മതിയായിരുന്നല്ലോ ജീവിതകാലം മുഴുവൻ അവന് പിടിച്ചു നിൽക്കാൻ. അതുപോലൊരു ദർശനം ഉണ്ടെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി എന്തും ചെയ്യും. ഉടനെ അദ്ദേഹം പറഞ്ഞു, സാജു, പൗലോസിന് ദമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ചുണ്ടായ ദർശനമൊന്നും വലിയ ആനക്കാര്യമൊന്നുമല്ല. ഞാനങ്ങ് ഷോക്കായിപ്പോയി. നമ്മൾ ചിന്തിച്ചിരിക്കുന്നതിൻ്റെ നേരെ വീട് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? പോൾ വാസ് എൻ ഇൻ്റലിജൻറ്റ് ഫെലോ. എനി ടൈം ഹീ കുഡ് എക്സ്പ്ലെയിൻ ഇറ്റ് അവേ ആസ് എ ഹാലൂസിനേഷൻ. പൗലോസ് വളരെ യുക്തിപരമായി ചിന്തിക്കുന്ന വ്യക്തിയാണ്. അവൻ എപ്പോൾ വേണമെങ്കിലും ഇത് ഒരു ഹാലൂസിനേഷൻ ആയിരുന്നു എന്ന് ചിന്തിച്ച് തള്ളിക്കളയാമായിരുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ. നിറയ്ക്കുക നിന്നഗ്നിയാൽ, നിറയ്ക്കുക നിൻ ശക്തിയാൽ, നിറയ്ക്കുക നിൻ ജീവനാൽ നിന്നെ ഘോഷിക്കുവാൻ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും അറിയുവാൻ കൊതിയായിടുന്നേ. നിൻ സ്നേഹത്തിൻ്റെ വീതിയും നീളവും ആഴങ്ങളും ഉയരവും അറിയുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. മുട്ടോളമല്ല അരയോളവും പോരാ, നിന്നിൽ മുങ്ങിടുവാൻ കൊതിയായിടുന്നേ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു.